Namaskaram. Bhima Jwala Students Only powered by Ramraj Dhotis celebrated by Vandalayude ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒട്ടുമിക്ക പ്രമുഖ കോളേജുകളിലെയും 25 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ നേരിട്ട് പങ്കെടുത്ത ഈ സ്റ്റുഡൻസ് ഓൺലി ഇന്ന് നമ്മുടെ സ്വന്തം കോളേജായ ഹോളി ക്രിസ്ത്യൻ കോളേജ് ഓഫ് ആർക്കിടെക്ചറിൽ എത്തിയിരിക്കുന്നു. സ്റ്റുഡൻസ് ഓൺലിയുടെ ഈ വേദിയിലേക്ക് ഹോളി ക്രിസ്ത്യൻ കോളേജ് ഓഫ് ആർക്കിടെക്ചറിലെ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഫാമിലിയിലേക്ക് അതിഥികളായി എത്തിയ കൈരളി ടിവിയെയും സ്റ്റുഡൻസ് ഓൺലിയുടെ എല്ലാ അണിയറ പ്രവർത്തകരെയും ഹോളി ക്രിസ്ത്യൻ കോളേജ് ഓഫ് ആർക്കിടെക്ചറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവതാരക രംഗത്തെ പ്രമുഖൻ വ്യത്യസ്തമായ അവതാരക ശൈലിയിലൂടെ മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഗൂട്ടി എന്ന ഗുവന്തികുട്ടി ചേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോളി ക്രിസ്ത്യൻ കോളേജ് ഓഫ് ആർക്കിടെക്ചറിന്റെ ചെയർമാൻ ഖാദർ മാലിപ്പുറം സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സിനിമ നേതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഈ ആശാ ബ്ലാക്ക് സിനിമ ടീമിന് ഉൾപ്പെടുന്ന എല്ലാവർക്കും ഹോളി ക്രിസ്ത്യൻ കോളേജ് ഓഫ് ആർക്കിടെക്ചറിൻ്റെ പേരിലും വിദ്യാർത്ഥികളുടെ പേരിലും ഞാൻ സ്വാഗതം നൽകുന്നു. നന്ദി, നമസ്കാരം. മലയാള സിനിമയിൽ വളരെ സുപരിചിതനായ സംവിധായകൻ തന്നെയാണ് നമ്മളുടെ ആശാ ബ്ലാക്കിൻ്റെ സംവിധായകൻ. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അമിതാഭ് ബച്ചൻ്റെയും ഷാരൂഖ് ഖാൻ്റെയും തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രമുഖർക്കൊപ്പം അദ്ദേഹം വർക്ക് ചെയ്ത ഫോട്ടോഗ്രാഫ്സ് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ പരിചിതനായ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ തീർച്ചയായും മികച്ച സിനിമയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട. എന്തു പറയുന്നു സിനിമയെപ്പറ്റി? ഈ സിനിമയെപ്പറ്റി പറഞ്ഞാൽ ആശാ ബ്ലാക്ക് എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ നമ്മൾ കാണുമ്പോഴത്തേക്കും വളരെ ക്യൂട്ട്. നമ്മൾ അവരുടെ മുഖത്തെ പുഞ്ചിരി കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നില്ല അവരുടെ ഉള്ളിൽ എന്താ. അവരുടെ ഉള്ളിൽ അവർ മറച്ചു വെച്ചിരിക്കുന്ന ഒരു ബ്ലാക്ക് സ്പോട്ട് സംവെയർ. അവർ ജനിച്ചപ്പോൾ മുതൽ ഈ പ്രായത്തിൽ മുതലേ മേ ബി ദേ കാൻ ഷെയർ ടു ദ ഫാമിലി. പേരൻസിനോട് പറയാൻ പറ്റില്ല, സുഹൃത്തുക്കളോടും പറയാൻ പറ്റുന്നില്ല ബ്ലാക്ക് സ്പോട്ട്സ് ലൈഫ്. അതിനെ റിവീൽ ചെയ്യണം. ദാറ്റ് മീൻസ് ഈ സിനിമയിൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സാധനം, നമ്മുടെ അപ്പൻ അമ്മ, നമ്മുടെ സഹോദരൻ, അവരുടെ മേളിൽ ആരുമില്ല. നോ ഫ്രണ്ട്സ്, നോ വൺ. ബിക്കോസ് എവ്രി വൺ, ഒരു സ്ട്രേഞ്ചർ ഈസ് ഓൾവേസ് എ സ്ട്രേഞ്ചർ. എത്ര ഫ്രണ്ട് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ബട്ട് സംവേർ അവർ എന്തോ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ടാകാം, നിങ്ങളുടെ കെയറിങ് ആഗ്രഹിക്കുന്നുണ്ടാകാം, നിങ്ങളുടെ സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ ഒന്നും ആഗ്രഹിക്കാതെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണ് നിങ്ങളുടെ പേരൻസ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ, ഫസ്റ്റ് ഫിലിം. അതെ, ഈ കഥ സെലക്ട് ചെയ്തത് ഹസ്സാണ് അല്ലേ? തീർച്ചയായും. ഒരു സിനിമ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, പെട്ടെന്നൊരു കഥ വന്നപ്പോൾ അത് എടുക്കുകയായിരുന്നു. കുറേ കഥകൾ കേട്ടൊരു സിനിമ ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയായിരുന്നു? അല്ല, ഒരിക്കലും അല്ല. ഈ കഥയ്ക്ക് മുമ്പേ പല കഥകളും പ്രമുഖരായ ഡയറക്ടേഴ്സ് പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കഥയോടുള്ള ഇഷ്ടം മാത്രമാണ്. പ്രത്യേകിച്ച് എനിക്കും ഒരു മോളും മോനും ഉണ്ട്. കുടുംബവുമായിട്ട് വലിയൊരു ബന്ധം ഉള്ളൊരു അമ്മ കൂടിയാണ് ഞാൻ. ഈ സിനിമ മലയാളത്തിലും തമിഴിലും ഒരേ സമയത്ത് റിലീസ് ചെയ്യുകയാണ്. സോ എന്താ ചോദിക്കുക? ആരാ ചോദിക്കുക? സോ ഹലോ എവരി വൺ. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് ഗോവിന്ദനോട് സംശയം ചോദിക്കണം. ഇത് 6:30 തന്നെയല്ലേ പരിപാടി? ഇത് 6:30 എന്ന് ചോദിച്ചാൽ 6:30 തന്നെയല്ലേ എന്ന് ചോദിക്കും. 6:30 തന്നെയല്ലേ പരിപാടി? അതെ, വൈകിട്ട് ശനിയും ഞായറും 6:30 ഈ പരിപാടി ടെലികാസ്റ്റ് ചെയ്യുന്നത്. അല്ല, എന്താണ് സമയം ചോദിക്കാൻ കാര്യം? എന്താ? ഇല്ല, വാപ്പയും നിസ്കരിക്കാൻ പോയി. അതല്ല ധൈര്യമായിട്ട് ചോദിക്കാലോ. അപ്പോൾ ചേട്ടൻ്റെ ഫസ്റ്റ് ലവ് എപ്പോഴായിരുന്നു? ഫസ്റ്റ് ലവ് ഓർക്കുന്നില്ല.
എന്ത് തീർക്കാത്ത ഫസ്റ്റ് ലവ് ഒക്കെ ആരെങ്കിലും ഓർക്കും വരും. ഫസ്റ്റ് ലവ് ഒക്കെ ആരെങ്കിലും മറന്നു പോകും. ഞാനത് ഓർക്കുന്നതിന് മുമ്പായിരുന്നു ഫസ്റ്റ് ലവ്. എൻ്റെ ഫസ്റ്റ് ലവ് ഞാൻ 7th പഠിക്കുമ്പോൾ കുട്ടിയുടെ പേര് ധന്യ. ഞാൻ ഭയങ്കര സീരിയസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര അല്ല, നിങ്ങൾക്ക് സീരിയസ് ആയിരുന്നോ വീട്ടുകാർക്ക് സീരിയസ് ആയിരുന്നോ അതോ? ഞാൻ ഭയങ്കര സീരിയസ് ആയിരുന്നു, അവളെന്നെ മൈൻഡ് ചെയ്യാറില്ല. എന്തായാലും ഞാൻ ഭയങ്കര സീരിയസ് ആയിരുന്നു, പുറകോട്ടക്കാരുണ്ടായി. ഭയങ്കര അവളോട് എല്ലാ ദിവസവും പോയി പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മൈൻഡ് ചെയ്യാറൊന്നുമില്ല. അവൾ ലാസ്റ്റ് എനിക്ക് റെഡിയായി സെറ്റായി എന്നൊക്കെ പറയില്ലേ, എൻ്റെ കഴിവാട്ടോ, എൻ്റെ സ്വന്തം കഴിവ്. എന്നിട്ട് ഞാൻ ദിവ്യ പ്രേമം എന്നൊക്കെ പറയില്ല, അതാണ് സംഭവം കേട്ടോ. പിന്നെ 8th ചെന്നപ്പോൾ ധന്യായിട്ട് ദിവ്യപ്രേമം. നല്ല രസമുള്ള കഥയാണ്. പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ 8th വന്നപ്പോൾ അവിടെ പിന്നെ വേറെ ധന്യ വന്നു. ധന്യയുടെ കളിയായിരുന്നു. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ പിന്നെ പ്രേമം പൊട്ടിമുളിക്കും എന്നൊക്കെ പറയില്ലേ, അതുപോലെ പൊട്ടിമുളിച്ച് മുളിച്ചല്ല മുളച്ചു. അച്ഛനെ പുറത്ത് വേണം. ഓക്കെ മുളച്ചു. അപ്പോൾ പിന്നെ ധന്യ പ്രേമം എന്നൊക്കെ പറഞ്ഞല്ലോ, ദിവ്യ പ്രേമല്ലേ. Okay. അപ്പോൾ ധന്യ അറിയാതെ ഞാൻ ഈ ധന്യയുടെ പുറകെ നടന്നു. അറിയാതെ ഇരുന്നാൽ മതിയല്ലോ പ്രശ്നമൊക്കെ തിന്നു. അങ്ങനെ രണ്ടുപേരും ഇങ്ങോട്ട് ഇങ്ങനെ നടന്ന് 10th എത്തിയപ്പോൾ ധന്യ പിന്നെ ഫുൾ ധന്യയുടെ കളിയായിരുന്നു. അപ്പോൾ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജീവിതം ധന്യമായി അല്ലേ? ധന്യമായി. ഒരുപാട് സമയമില്ല, ഈ പരിപാടി നമുക്ക് ധന്യമാക്കണം. പെട്ടെന്ന് പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ മൊബൈൽ സേവ് ചെയ്തത് രണ്ടൊരു ഫെയറാണ്, എന്നാൽ കുറച്ച് കറുത്തിട്ടുള്ള ധന്യക്ക് ധന്യ ബ്ലാക്കും മറ്റൊരു ധന്യ വൈറ്റും. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ ഞാൻ ആലോചിക്കുന്നത് പേര് കൊടുക്കണം. അതുപോലെ പരിപാടി നിർത്തി, പ്രേമം കലാപരികളും നിർത്തിയിട്ടൊന്നുമില്ല, സേവ് ചെയ്യുന്ന പരിപാടി നിർത്തി. എന്നിട്ട് ഞാൻ 1, 2, 3 സേവ് ചെയ്ത് കൊടുത്തു. അതാണ് ഞാനിപ്പോൾ ഈ ഇത്ര വലിയ മെഗാ സീരിയൽ പറയാൻ കാരണം. ഞാൻ ഈ സിനിമയുടെ പേര് തൊട്ടപ്പോൾ ആദ്യം ആലോചിച്ച് ഈ ധന്യാസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സിനിമയുടെ പേര് എന്താ വരാൻ കാരണം? 3 ധന്യമാരെ ജീവിതത്തിൽ പ്രേമിച്ചു. അതിലൊന്ന് ധന്യ ബ്ലാക്ക് ആയിരുന്നു, ഒന്ന് ധന്യ വൈറ്റ്. ഇവിടെ സിനിമയുടെ പേര് ആശാ ബ്ലാക്ക് എന്നാണ്. ഇത് തന്നെയല്ലേ ഉദ്ദേശിച്ചത്? അത് തന്നെ. ഒരു പെൺകുട്ടി അവളെ റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പറഞ്ഞ കണക്ക് മൊബൈലിൽ സേവ് ചെയ്യുന്നു, വേറെ ആ പേര് കാണാൻ പാടില്ല. അതുപോലെ അവൾ ഹൈഡ് ചെയ്യുന്ന ഒരു നെയിമാണ് ആശാ ബ്ലാക്ക്. ആക്ച്വലി ദിസ് ഇസ് എ ഫേസ്ബുക്ക് പ്രൊഫൈൽ നെയിം ആശാ ബ്ലാക്ക്. ഇപ്പം പലർക്കും പല ഐഡീസ് കാണും, ചാറ്റിങ്ങിന് വേണ്ടി കാണും, അല്ലെങ്കിൽ പലരും നിങ്ങൾക്കറിയാം ഇന്നത്തെ ജനറേഷൻ ഒരു ടൈമിൽ 5 or 10 പേർ ഒരുമിച്ച് ചാറ്റിങ്. അപ്പോൾ ഇതിൽ അവളെ ഹൈഡ് ചെയ്യുന്ന ഒരു നെയിമാണ് ആശാ ബ്ലാക്ക്. ഇറ്റ്സ് എ പ്രൊഫൈൽ നെയിം, ഫേസ്ബുക്ക് പ്രൊഫൈൽ നെയിം ആശാ ബ്ലാക്ക്. ഫേസ്ബുക്ക് പ്രൊഫൈൽ നെയിമിലാണ് നമ്മുടെ സിനിമ പോകുന്നത്. ഭഗത് ഇത്ര പാവമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നോട് ചില ആൾക്കാരൊക്കെ പറയും, നമ്മൾ ഇച്ചിരി കുറച്ച് ഞെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആൾക്കാരറിയാം ഇച്ചിരി ജാടയെന്ന് പറയും. പ്രത്യേകിച്ച് ഗോവിന്ദൻകുട്ടിയുടെ ഷോയിലേക്കാണ് നീ പോണേ, അപ്പോൾ കുറച്ച് അധികം കുരിഞ്ഞിട്ട് പൊക്കും. അതാണ് ഏറ്റവും നല്ലത്. നല്ലതാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറച്ച് വിനയം കൂടുതൽ കാണുന്നത്. ആയിക്കോട്ടെ. വീട്ടിൽ വിനയൻ എന്നൊരു വിളിപ്പേരുണ്ടോ? ഇല്ല. വിനീതിൻ്റെ അടുത്ത് നിന്ന് വന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ കുറച്ച് വിനീത്. അതായത് വിവാഹത്തിനാണ് കേട്ടോ, പെൺകുട്ടികളുടെ ശ്രദ്ധയ്ക്ക്. അതെല്ലാവർക്കും അറിയാം. അർജുൻ, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ? കഴിവും സാമർത്ഥ്യമൊക്കെ കാണിക്കണ്ടേ? സമയമുണ്ടല്ലോ. എപ്പോ ക്ലിയർ ആവുന്നില്ല. കമ്പിളിപ്പതപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. അത് ഉടനെ തന്നെ ഉണ്ടാവും. ഉടനെയൊക്കെ ഉണ്ടാവും. അല്ല, അർജുൻ ഓൾറെഡി പുറത്താരെ അറിയിക്കാത്തതാണ് സംഭവം. പതുക്കെ റിവീൽ ചെയ്യും. അപ്പോൾ വീടിനകത്ത് ഭാര്യയും പിള്ളേരും ഒക്കെ ഉണ്ട് എന്നാണ് ഉദ്ദേശം? അങ്ങനെ ഞാൻ പറയില്ല. പുള്ളി എന്തായാലും ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ കമ്മിറ്റഡ് ആണ്. കമ്മിറ്റഡ് ആണ്, വളരെ സിൻസിയർ ആയിട്ടുള്ള പ്രണയത്തിലാണ് ഇപ്പോൾ. കാരണം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാൻ മനസ്സിലായി, സെറ്റിലൊക്കെ ഇപ്പോഴും വാട്സപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് എത്ര മണിക്കാണ് ടെലികാസ്റ്റ് എന്ന് പറഞ്ഞ്? ശനിയാഴ്ച ഞായറാഴ്ചയും വൈകിട്ട് 6. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആരും അർജുനെ നോക്കണ്ട. അർജുൻ വളരെ സീരിയസ് ആയിട്ട് കമ്മിറ്റഡ് ആണ്. ഇതിന് എല്ലാവർക്കും അയക്കുന്ന ഒരേ മെസ്സേജാണ്, ഗ്രൂപ്പ് മെസ്സേജാണ് പെൺകുട്ടികൾക്ക്. അതാണ് പ്രണയത്തിലെ സോഷ്യലിസം എന്ന് പറയും. സോഷ്യലിസം. ഒരു പെൺകുട്ടിക്ക് ഹൈഡ എന്ന് പറഞ്ഞ അടുത്ത പെൺകുട്ടിക്ക് ഹൈഡ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും പാടില്ല. എല്ലാ പെൺകുട്ടികളെ ഒരേപോലെ കാണുക. ഒരു സോഷ്യലിസ്റ്റുകാരനെ നിങ്ങൾ അങ്ങനെ തരം താഴ്ത്താൻ പാടില്ല. എന്തായാലും ഭയങ്കര പിടിക്കണം. അഞ്ജലി അവിടെ ഇരിക്കുകയാണ്.
ആൺകുട്ടികൾ ഞെട്ടുന്ന ഒരു വാർത്ത ഞാൻ പറയാൻ പോവാണ്. അഞ്ജലി എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയാണ്. നമസ്കാരം. അഞ്ജലിയുടെ ഭർത്താവ്, അഞ്ജലി പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണ്. അദ്ദേഹം ഒരു സംവിധായകനാണ്. നിങ്ങൾ അദ്ദേഹത്തെ അറിയോ? പറയൂ, ഭർത്താവിനെ പറ്റി പറയൂ. ഹസ്ബൻഡിൻ്റെ പേര് അനീഷ് ഉപാസ്ന. മാറ്റിനി എന്ന് പറഞ്ഞ പടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ. രണ്ടാമത്തെ സിനിമ സെക്കൻഡ് മറ്റന്നാൾ റിലീസാണ്. എനിക്കും ഒരു മോളുണ്ട്. മോൾക്ക് 2.5 വയസ്സായി. മോളുടെ പേര് ആവണി എന്നാണ്. ഇനി ചോദിക്കാം. ഓക്കെ, യെസ്. അർജുൻ കുറച്ചു കാലം സിനിമയിലില്ലായിരുന്നു. എന്തോ പ്രയോറിറ്റി വൈസ് എന്തായിരുന്നു ഇതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങിയത്? കുറച്ച് നാളല്ല, 9 വർഷമായി. 9 വർഷം. 2005 തന്മാത്ര റിലീസ്. ഒരുപക്ഷെ ലാലേട്ടനൊപ്പം തന്നെ ആദ്യ സിനിമയിൽ, മോറോവർ ലാലേട്ടനെ പോലെ ഒരാൾക്കൊപ്പം അഭിനയിച്ച് തുടങ്ങാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ്, അത്തരത്തിലൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് പിന്നെ ഇതിനേക്കാൾ പ്രയോറിറ്റി എന്തിനാണ് ജീവിതത്തിൽ കൊടുത്തത്? ഇതിനേക്കാളും പ്രയോറിറ്റി ആ സമയത്ത് സ്റ്റഡീസ് ആയിരുന്നു. കാരണം അതിനുശേഷം ഡിഗ്രി ചെയ്തു, പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് MBA ചെയ്തു. അത് കഴിഞ്ഞ് 2 വർഷം വർക്ക് ചെയ്തു. പിന്നെ ഒരു സ്വന്തമായിട്ടൊരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ലോകം മുഴുവൻ കീഴടക്കിയ കമലഹാസൻ, ഒരു പക്ഷേ കമലഹാസൻ MBA പഠിച്ച് MTech കഴിഞ്ഞ് അത്തരത്തിലൊരു ജീവിതത്തിന് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് സിനിമയിൽ കീഴടക്കാൻ കഴിയുന്ന തലങ്ങൾ വളരെ ചെറുതായിരുന്നേ. നേരെ മറിച്ച് ഇന്ന് കമലഹാസൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭയ്ക്ക് മുന്നിൽ ഒരു പക്ഷേ ലോകത്തെ എല്ലാ ഗ്രാജുവേറ്റ്സും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകളും ഒക്കെയുള്ള ആൾക്കാർ മാറി നിൽക്കുന്നു. അത്തരത്തിലൊരു തോട്ട് പ്രോസസ്സിലേക്ക് കമലഹാസൻ എത്തുന്നതിൻ്റെ കാരണം തന്നെ അദ്ദേഹം സിനിമയെ ട്രസ്റ്റ് ചെയ്തിരുന്നു, സിനിമയിൽ ഇൻസെക്യൂർ ആവാതെ മൂവ് ചെയ്യാം എന്ന് ചിന്തിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇവിടെ പഠനത്തേക്കാൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രയോറിറ്റി സിനിമയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചില്ല? വീട്ടിൽ നിന്നുള്ള പ്രഷറാണോ, ഉള്ളിൽ നിന്ന് തന്നെയുള്ള പ്രഷറാണോ? വീട്ടിൽ നിന്ന് പ്രഷർ എന്ന് പറയാൻ പറ്റില്ല. വീട്ടിൽ അതായിരുന്നു ആദ്യം ഞങ്ങൾ സംസാരിച്ച് വെച്ചിരുന്നത്. തന്മാത്രയ്ക്ക് ശേഷം ഓഫീസ് വന്നാലും ഇല്ലെങ്കിലും ഇപ്പോൾ വേണ്ട എന്നുള്ള രീതിയിൽ. അത് എൻ്റെ ഫാദർ മാത്രമല്ല, പേരൻസ് മാത്രമല്ല, റിലേറ്റീവ്സ് ആണെങ്കിലും ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന ബ്ലെസി സാർ അടക്കം എന്നെ അഡ്വൈസ് ചെയ്തൊരു സംഭവമാണ്. ഇനി പഠിത്തം കഴിഞ്ഞിട്ടാണ് നല്ലൊരു സമയം. സോ ഐ ടുക്ക് ഇറ്റ് അപ്പ്. പിന്നെ ഇപ്പോൾ അതൊരു വല്ലാത്ത കമ്പാരിസൺ ആയിപ്പോയി. അത് കമലഹാസനാണ്. അല്ല, ഞാൻ ലൈഫിലെ പ്രയോറിറ്റിയെ പറ്റി പറഞ്ഞു എന്നുള്ളത്. പിന്നെ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഐ പ്ലേഡ് സേഫ്. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് സിനിമയില്ലെങ്കിലും എനിക്ക് ഐ ഹാവ് ഞാൻ ചോദിക്കുന്നത് എവിടെയാണ്, സിനിമ ഓപ്ഷണൽ ആണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. റൈറ്റ് നൗ ഓപ്ഷണൽ അല്ല. ഇറ്റ്സ് ഭയങ്കര ഒരു പാഷനുണ്ട്, ഒരു ഫയറുണ്ട്. ലെറ്റ്സ് സേ ആ ഒരു ഫയർ ഉള്ളിടത്തോളം എനിക്കിതിൽ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ ഫയർ ഇല്ലെങ്കിൽ പിന്നെ ഓബ്വിയസ്ലി ഗ്രാജുവലി ഐ ബി ഔട്ട് ഓഫ് ദ ഇൻഡസ്ട്രി. ഞാൻ ആശാ ബ്ലാക്ക് കണ്ടു. സിനിമയിൽ തന്നെ അർജുൻ സിനിമയ്ക്ക് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സംസാരിച്ചത് തന്നെ. വെരി ഗുഡ് ആക്ടർ. താങ്ക് യു. ഈ ലിറിക്സ് എഴുതിയത് നമ്മളുടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകനാണ് എന്നുള്ളതാണ് അല്ലേ? ഉള്ള മകനാണ്. ഇപ്പം ഓൺലൈനിൽ ഏറ്റവും തെറിയും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വരികളെ പറ്റി എല്ലാവർക്കും സാഹിത്യമാകാൻ ആക്ച്വലി ഇന്നത്തെ യൂത്തിൻ്റെ കോൺഫിഡൻസ് ആണ് ഈ സോങ്. ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ആരും അഡ്വൈസ് ചെയ്ത് ഞങ്ങൾ നന്നാക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്കറിയാം വി ആർ കോൺഫിഡൻറ്റ് അബൌട്ട് ഓൾസോ. ഈ ഇന്നത്തെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, എവ്രി വൺ ഈസ് കോൺഫിഡൻറ്റ് അബൌട്ട്. അവർ പ്രത്യേകിച്ച് വീട്ടിൽ അപ്പുതമ്മ അല്ലെങ്കിൽ അപ്പൂനെ അഡ്വൈസ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ കുളിച്ച് കുറഞ്ഞ് കയറും. അഡ്വൈസ് ചെയ്താൽ അവർ നന്നായി പോകും. അവർ കോൺഫിഡൻസ് ലെവലാണ് ഈ സോങ്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകൾ അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. വിചാറ്റ്, നമ്മൾ ചീറ്റിങ്, ചാറ്റിങ്, വാട്ട് എവർ, ഇതിൽ ഉള്ള ലിറിക്സ് അങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റും. എനിക്ക് ഇതാ സാഹിത്യം കേട്ടാൻ പറ്റുന്നില്ല ഈ സോങ്. ഇതിൽ സാഹിത്യം എനിക്ക് കേട്ടിട്ട് നല്ല ലിറിക്സ് ചെയ്ത് എനിക്ക് ഈ സോങ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ന്യൂ ജനറേഷനോട് ബന്ധപ്പെട്ട ചില ആക്ടിവിറ്റീസാണ്. ഇപ്പം സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ലൈൻസ് ഇതിൽ വന്നത്. ഓക്കെ, ഇവിടെ മിണ്ടാണ്ടിരിക്കുന്ന ഒരു കൃഷ്ണഭാസ്കർ മംഗലശ്ശേരി അല്ലേ? മംഗലശ്ശേരി നീലകണ്ഠന് ശേഷം മലയാള സിനിമയിലേക്ക് മറ്റൊരു അദ്ദേഹം ഫിസാറ്റിലെ കോളേജ് അധ്യാപകനാണ്, ഫെഡറൽ. അതെ, ഏത് സബ്ജക്റ്റാണ് സാർ? ഫിസാറ്റിലെ MBA ഡിപ്പാർട്ട്മെൻറ്റ്, ഫിസാറ്റ് ബിസിനസ് സ്കൂൾ. ഓക്കെ, ഇവിടെ മാർക്കറ്റിംഗ് അഡ്വർടൈസിംഗിൽ അദ്ദേഹം. അർജുനെ പോലെ തന്നെ ലൈഫിൽ ആക്ടിങ് എന്നുള്ളത് തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു സർട്ടിഫൈഡ് സ്ഥാപനത്തിൽ അധ്യാപകനായതിനു ശേഷം
വീണ്ടും ജീവിതത്തിൻ്റെ ഉള്ളിലെവിടെയോ മറച്ചു വെച്ചിരുന്ന അഭിനയവുമായി രംഗത്ത് വന്നിരിക്കുന്ന ഒരാളാണ്. ഇല്ല, അങ്ങനെയല്ല. ഞാൻ ബേസിക്കലി ഞാനൊരു റൈറ്ററാണ്. എനിക്ക് എഴുത്തിനോടാണ് കൂടുതൽ താല്പര്യം. അഭിനയം വല്ലപ്പോഴും ഒക്കെ വന്ന് തോന്നിച്ചാൽ ചെയ്യുന്നല്ലാതെ അത് ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി അഭിനയിക്കുന്ന അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ചോദിക്കട്ടെ, ആരാണ് എന്താണ് ചോദിക്കുക? നമസ്കാരമുണ്ട്. ഞങ്ങളുടെ കോളേജിലേക്ക് കൈരൽ ടി വി ഈ സ്റ്റുഡൻസ് ഒള്ളി എന്ന പ്രോഗ്രാമായിട്ട് വരുന്നു എന്നറിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ കോളേജിലുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ടി വിയിൽ എല്ലാവരുടെയും മുമ്പിൽ എല്ലാവർക്കും കാണത്തക്ക വിധത്തിൽ വരാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്റ്റുഡൻസ് എല്ലാം തന്നെ വീട്ടിലും ബന്ധുക്കാരോടും നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്ന പ്രോഗ്രാമിൽ ഞങ്ങളുണ്ട് കാണുന്നത്. പിന്നെ ആ സന്തോഷം ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് മങ്ങി. മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെൺപിള്ളേർക്കല്ല ആൺപിള്ളേർക്ക് ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് ഇവിടുന്നൊക്കെ പെൺപിള്ളേർ പറയുന്നുണ്ട് ചെക്കൻ കൊള്ളാലോ എന്ന്. അർജുൻ സാറിനെയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു അവരൊക്കെ. ഇതിന് ശേഷം അല്ല സങ്കടം മാറി. കാരണം ഭഗത് സാറ് പറഞ്ഞായിരുന്നു എന്ത് കമ്മിറ്റഡ് ആണെന്ന്. അല്ല, സിനിമയോട് കമ്മിറ്റഡ് ആണ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ. അപ്പം ഞങ്ങൾക്ക് വീണ്ടും ദുഃഖിക്കണമെന്ന്. അതെ. ചോദ്യം ഇതാണ്. അപ്പം അതിൻ്റെ അകത്ത് ഭയങ്കര ചോക്ലേറ്റ് ഹീറോ എന്ന് പോലെയാണ് അർജുൻ സാറുള്ളത്. ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് ഗൗട്ടിയൊക്കെ അടിച്ച്. അപ്പം ഇപ്പം കുറച്ചുകൂടെ താടി മീശയൊക്കെ വന്നു, ഭയങ്കര പൗരുഷമൊക്കെ വരുന്നത് അടുത്തൊരു പടത്തിന് വേണ്ടി ഒരു നല്ല ഭയങ്കര പൗരുഷമുള്ളൊരു ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ല, ആ സിനിമയ്ക്ക് വേണ്ടിയ ലുക്കായിരുന്നു റോബിൻ ചേട്ടൻ ഡിസൈൻ ചെയ്തത്. പറഞ്ഞ് ശരിയാണ്, ആഷ ബ്ലാക്കിൽ എല്ലാവരും ലുക്സ് ഒരുപാട് നന്നായിട്ട് ഡിസൈൻ ചെയ്തു എന്ന് തന്നെ പറയും. ഇപ്പോൾ മനോജ് ചേട്ടൻ്റെ ആണെങ്കിലും ശരത് കുമാർ സാറിൻ്റെ ഗെറ്റപ്പ് തന്നെ വ്യത്യാസമാണ് ഇതിൽ. എൻ്റെ ലുക്സിനും അവർ ഒരുപാട് പ്ലാൻ ചെയ്തിരുന്നു. സോ മൊത്തത്തിലൊരു ലുക്ക് ആൻഡ് ഫീൽ വുഡ് ബി വെരി ഫ്രഷ് ഇൻ ദ മൂവി. പിന്നെ ഇപ്പോഴത്തെ ഈ താടി ഇത് എത്ര വരെ വളരുമെന്ന് അറിയാൻ വേണ്ടി വെച്ചതാണ്, അടുത്ത പ്രോജക്റ്റിന് വേണ്ടിയിട്ടല്ല. എപ്പോൾ വേണമെങ്കിലും പഠിക്കാമല്ലോ, അത് അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത പ്രോജക്റ്റിൽ താടി വെച്ച വേഷം വേണം എന്ന് പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് വളരില്ലല്ലോ. താടി വടിക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വടിക്കാമല്ലോ.